യെസ്, എപ്പോക്സി എല്ലാവർക്കും അറിയാലോ. എപ്പോക്സി ചെയ്യണമെന്ന് കേട്ടാ. ഈ ഒരു ബാത്റൂമിലുണ്ടായ ഒരു സംഭവം കാണിച്ചതാ. ഇവിടെ എല്ലാവരും എപ്പോക്സിക്ക് വേണ്ടി സ്പേസ് കിട്ടും കേട്ടാ. ഇവിടെ എപ്പോക്സി ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നുണ്ട് എപ്പോക്സി ചെയ്യാൻ വേണ്ടി സ്പേസ്. എപ്പോക്സി ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാതെ പോകാനുണ്ട്. ഇതിൻ്റെ അടിയിൽ എപ്പോക്സി ചെയ്യാൻ നമ്മുടെ വർക്കർ മറന്നുപോയി. ഈ ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ഇവിടെയല്ലേ, ഇവിടെയാണ് നിങ്ങൾ സ്പേസിലിട്ട് പൊക്കി നിർത്തണം. ഇവിടെ പൊക്കി നിർത്തണം. കണ്ട നോക്കി, ചെയ്യാൻ മറന്നുപോയി. ബാക്കി എല്ലാം ചെയ്തു. ഇവിടെ ഇട്ടു അവിടെ ഒക്കെ ചെയ്യാൻ മറന്നുപോയി. നോക്ക് ഇപ്പോൾ പണി കിട്ടും. ഈ ബാത്റൂമിൽ ഉറപ്പായിട്ടും പണി കിട്ടുന്ന ബാത്റൂമാണ്. മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്തുണ്ടായി, ഇവിടെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു എപ്പോക്സി ഇല്ലാതെ സ്പേസർ ഇല്ലാതെ ചെയ്ത് കേട്ടാ. ഇവിടെ ഞങ്ങൾ സ്പേസർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതുമാതിരി സ്പേസർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. മനസ്സിലായില്ല? ഇതിൻ്റെ എപ്പോക്സി ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ നിങ്ങൾ എവിടെയൊക്കെ എപ്പോക്സി ചെയ്തിട്ടുണ്ടെങ്കിലും വർക്കേഴ്സുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെയൊക്കെ എപ്പോക്സി ചെയ്തിട്ടുണ്ടെങ്കിലും താഴെ സ്പേസർ ഇട്ടില്ലെങ്കിൽ ഈ പണി മുഴുവൻ എപ്പോക്സി ചെയ്ത് വെറുതെ ആയിപ്പോവും. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നതാണ് ഈ കോർണറിൽ. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ, കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് പോയതാണ് ഇവിടെ ചെയ്യാൻ, പക്ഷെ വർക്കർ മറന്നുപോയി. രണ്ടാമത് പണിയായിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് പോയത് ഇങ്ങനെ ചെയ്യണോട്ടോ എന്ന് പറഞ്ഞു, മറന്നുപോയി. അവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ എപ്പോക്സി ഇട്ടിട്ടില്ല. ഇനി അതിൽ ഈ മൊത്തം പൊളിക്കേണ്ടി വരും. നടക്കൂല എന്ന് മനസ്സിലായി. ഇതാണ് നമുക്ക് ഉണ്ടാവണേ. പറഞ്ഞാൽ മറന്നുപോയിന്ന്. എന്ത് ചെയ്യാൻ പറ്റും? മറന്നുപോയാൽ ആ പൈസ നമ്മൾ പോയി.